മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കൊടിക്കുന്നിലിനെതിരെ KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫികൾ ദേശീയ നേതാവ് പാരവെച്ചതാണ് കൊട്ടാരക്കരയിലെ UDFന് തിരിച്ചടിയായതെന്ന് അൻവർ. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്നു, ഇഷ്ടമില്ലാത്തവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നുവെന്നും അൻവർ സുൽഫികൾ. സംസ്ഥാനമാകെ വീശിയടിച്ച UDF തരംഗം കൊട്ടാരക്കരയിൽ ഇല്ലാതെ പോയതിന് കാരണം ഇതെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. മനോജ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ തെരഞ്ഞെടുപ്പിന് മുൻപും വലിയ രീതിയിലുള്ള വിഭാഗീയതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കൊടിക്കുന്നിലിനെതിരെ KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫികൾ തന്റെ ഫേസ്ബുക്കിലൂടെ എന്താണ് പറയുന്നത്? കൊട്ടാരക്കരയിലെ UDFന് തിരിച്ചടിയായത് ഈ നേതാവ് പാരവെച്ചതുകൊണ്ടാണ് എന്നാണോ പറയുന്നത്? അതിൽ രോഹിണി, പരസ്യമായുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ KSU നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതായത് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ തീരുമാനങ്ങളാണ്, അതായത് യുവാക്കളെ അടക്കം മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു പരാതിയോടുകൂടി തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അൻവർ സുൽഫിക്കർ ഇട്ടിരിക്കുന്നത്. തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതറ്റം വരെയും പോയി വെട്ടുക എന്നത് കാലങ്ങളായി ഇവർ നടപ്പാക്കുന്ന ഒരു നയമാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാവേലിക്കര ലോക്സഭയിൽ ഞാനല്ലാതെ മറ്റാരും വേണ്ട എന്നുള്ള ഒരു തീരുമാനം അത് കൊടിക്കുന്നിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ കൊട്ടാരക്കരയിൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ ചെറുപ്പക്കാരെയും ഇല്ലാതാക്കി എന്നുള്ളതൊക്കെ തന്നെ അത്തരത്തിലൊരു വിഷമം കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് അൻവർ സുൽഫിക്കർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. CPM-ഉമായി ബന്ധം പുലർത്തുന്നുവെന്നും ആരോപിക്കുന്നുണ്ട്. അതായത് ഈ CPM-നെ സൂചിപ്പിച്ചുകൊണ്ട് ലോക്സഭ വിജയിക്കും, അതിന് പകരമായി ഈ നിയമസഭയും പഞ്ചായത്തും അടക്കം അവർക്ക് വിൽക്കുകയാണ്, അതായത് പാർട്ടിയെ വിൽക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേതാവിന്റെ പേരെടുത്ത് പറയാതെ തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. നേതൃത്വം ഇതിൽ ഇടപെടണമെന്നും കാര്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരണമെന്നുമുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ദേശീയ നേതാവും PA-യും അടക്കം ഈ പാർട്ടിയെ വിറ്റുതുലയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. അതിൽ തന്നെ വലിയ പ്രതിഷേധമാണ് KSU-വിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അത് DCC-യിലടക്കം KSU-വിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. KSU-വിന്റെ നേതാക്കളൊക്കെ എത്തി പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നാണ് KSU-വിന്റെ കുറച്ച് നേതാക്കൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും പരിഗണിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിഭാഗീയത പരസ്യമായി തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിലെ UDF-ന്റെ തകർച്ചയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.